ജയിക്കേണ്ട മത്സരമാണ് രാജസ്ഥാൻ കൊണ്ടുപോയി കളഞ്ഞത്. ലക്നൌവിന് 2 റൺസിനാണ് കളി ജയിച്ചത്. ആവേശകരമായ മത്സരമായിരുന്നു ഇന്നത്തേത്. രാജസ്ഥാൻ ഇങ്ങനെ അവസാനം കൊണ്ടുപോയി കളയുമെന്ന് ആരും കരുതിയില്ല. കഴിഞ്ഞ മാച്ചിലും രാജസ്ഥാൻ ഇങ്ങനെ തന്നെയാണ് തോറ്റിട്ടുണ്ടായിരുന്നത്. അന്ന് കളി സൂപ്പർ ഓവറിലേക്ക് നീണ്ടിരുന്നു. പക്ഷേ ഇന്ന് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ രാജസ്ഥാൻ ലക്നൌ മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് രാജസ്ഥാൻ മികച്ച ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. ജയ്സ്വാൾ 74 റൺസാണ് അടിച്ചുകൂട്ടിയത്. എന്നിട്ടും രാജസ്ഥാൻ ടീമിന് ജയിക്കാൻ സാധിച്ചില്ല. 100 റൺസ് കടക്കുമ്പോൾ 2 വിക്കറ്റ് മാത്രമേ രാജസ്ഥാന്റെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. വെറും 28 ബോളിൽ നിന്ന് 39 റൺസ് മാത്രമേ രാജസ്ഥാന് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. 8 വിക്കറ്റ് കയ്യിലുണ്ടായിരുന്നു. എന്നിട്ടാണ് ഇപ്പോൾ രാജസ്ഥാൻ കളി തോറ്റിരിക്കുന്നത്. ലക്നൌ ഇന്ന് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 150 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. രാജസ്ഥാനെ സംബന്ധിച്ച് ഇത് ഈസി ആയിരുന്നു. അതുപോലെ മികച്ച ബാറ്റിംഗ് രാജസ്ഥാൻ കാഴ്ചവെച്ചു. എന്നാൽ അവസാനം കൊണ്ടുപോയി കളഞ്ഞു. കഴിഞ്ഞ മാച്ചിലും രാജസ്ഥാൻ ഇത് തന്നെയാണ് കാഴ്ചവെച്ചത്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ രാജസ്ഥാൻ പ്ലേ ഓഫിലെത്തില്ല. അത്രയ്ക്ക് മാച്ചുകൾ രാജസ്ഥാൻ ഇതിനോടകം തന്നെ തോറ്റു കഴിഞ്ഞു. ജയിക്കേണ്ട മത്സരമെല്ലാം അവസാനം കളയുകയാണ്. രാജസ്ഥാൻ ടീമിന് എന്ത് പറ്റിയെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ഇന്നത്തെ മാച്ചിൽ സഞ്ജു കളിക്കാനുണ്ടായിരുന്നില്ല. കഴിഞ്ഞ മാച്ചിൽ സഞ്ജുവിനെ പരിക്ക് പറ്റിയിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് സഞ്ജു കളിക്കാതിരുന്നത്. സഞ്ജു ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ കളി തോൽക്കില്ലായിരുന്നു. ലാസ്റ്റ് ഓവറിൽ 9 റൺസ് മാത്രമേ രാജസ്ഥാനെ ജയിക്കാൻ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അതുപോലും ഇവർക്ക് എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ രാജസ്ഥാൻ പ്ലേ ഓഫ് കളിക്കാൻ യോഗ്യനല്ലെന്നാണ് അർത്ഥമാക്കുന്നത്. ഷിംറോൺ ഹെറ്റ്മർ ഉണ്ടായിട്ടും രാജസ്ഥാനെ ജയിക്കാൻ സാധിക്കുന്നില്ല. ഹെറ്റ്മർ ഒരു ഫിനിഷർ അല്ലെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്. ആവേശ് ഖാൻ അവസാന ഓവർ മികച്ച രീതിയിൽ പന്തെറിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് രാജസ്ഥാൻ തോൽക്കാൻ കാരണം. ആവേശ് ഖാനെ മറികടക്കാൻ രാജസ്ഥാന് സാധിച്ചില്ല. അങ്ങനെ രാജസ്ഥാൻ ഒരിക്കൽ കൂടി തോറ്റിരിക്കുകയാണ്. വെറും 2 റൺസിനാണ് രാജസ്ഥാൻ തോറ്റിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.